ഓ ഇത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആ ചേട്ടന്മാരല്ലേ? ഹലോ ചേട്ടന്മാരെ. എടാ ഇതേതാ ചെക്കൻ? ഈ ഡ്രസ്സിലൊക്കെ ഫുൾ അഴുക്ക. ഇനിയൊന്നും തൊടണ്ട ചേട്ടന്മാരെ. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുക. ഞാൻ ഫ്രീ ഫയറിൽ പ്രോ പ്ലെയറാണ്. നിങ്ങളൊക്കെ ഹെഡ് ഷോട്ട് അടിച്ചു വിടും. എടാ ഈ പൊട്ടം പറയണ നോക്കി, ഞങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോബിക്ക് പാടല്ല. ഈ ചക്കൻ ഇവന് എങ്ങനെ ലോബിക്ക് വരികയെന്ന് കൂടി അറിയണ്ടാവില്ല. അതൊക്കെ അറിയാട്ടൊക്കെ കുറേ ബംഗാളീസ് ചേട്ടന്മാർ എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ നൂബന്മാരാ. എന്നെ പോലെയാണ് ആർക്കും വയ്ക്കില്ല ഈ നൂബൻ. ഞാൻ എന്തായാലും വീട്ടിൽ പോവുക. ആടെ ഞാനും. എടാ ഇത് മറ്റേ നൂബല്ലേ നമ്മുടെ സ്കൂളിൽ നിന്ന് കണ്ടത്? ആ ചേട്ടന്മാരെ ഞാൻ കണ്ടോ, ഞാൻ ലോബിക്ക് വന്നു കണ്ടോ? എടാ ഈ നൂബൻ ഏത് കാട്ടി നൂബാടത്? ആരും പിന്നെ വിളിച്ച് എടാ വേറെ റിക്വസ്റ്റ് ഇട്ടു, അപ്പോൾ വെറുതെ അക്സെപ്റ്റ് ചെയ്താടാ. എടാ നിനക്കെന്താ വട്ടം? ഈ നൂബൻ്റെ ഒപ്പം എന്നെ വിളിച്ച് ചേട്ടന്മാരെ നിങ്ങൾ 1v2 വാ, ഞാൻ ഹെഡ് ഷോട്ട് അടിക്കും. എടാ ഒന്നും കാണില്ല. ഈ നൂബ് പറഞ്ഞു റൂമറാ. കൊല്ലും. സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഞാൻ എന്നെ ജയിക്കും. ഈ നൂബന്മാർക്കൊന്നും എന്നെ ഏറ്റുമുട്ടാനേ പറ്റില്ല. ഞാനാ ഏറ്റവും വലിയ പ്രോ പ്ലെയർ. ഇവരൊക്കെ വെറും നൂബാ. അങ്ങനെ വന്നു ഇനി കളിക്കാം. ഇതെന്താ? ഇതെന്താ യൂഎംബി എടുക്കാം. എടുത്തു. എനിക്കെങ്ങനെ എടുക്കേണ്ടതെന്ന് ബംഗാളി ചേട്ടന്മാർ പറഞ്ഞു തന്നുന്നുണ്ട്. പക്ഷെ ഓടുന്നത് മാത്രം പറഞ്ഞൊന്നുമില്ല. ഇവരൊക്കെ നല്ല സ്പീഡിൽ ഓടാൻ പറ്റില്ല. ചിലപ്പം പ്രോ പ്ലെയർ ആയൊക്കെ ഓടാൻ പറ്റുന്നുണ്ടാവും. ചേട്ടന്മാരൊന്നും കാണാനില്ല. അതാ നിൽക്കണു അടിക്കാം. അത് എന്താ ചാവാത്ത? അല്ലെങ്കിൽ ഒരു വെടിക്കാൻ കൊല്ലുന്നതാണല്ലോ എല്ലാവരും. ഞാൻ ട്രെയിനിങ് കളിച്ചപ്പോൾ ഒരു വെടിക്കാൻ എല്ലാവരും ചത്ത. അയ്യോ ഞാൻ ചത്തല്ലോ. അയ്യോ ഈ ചേട്ടന്മാർ ഫസ്റ്റ് റൗണ്ട് തന്നെ അടിച്ചിട്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പക്ഷെ ഞാൻ തന്നെ ജയിക്കും. ഈ ചേട്ടന്മാരൊക്കെ നൂബന്മാർ. ഈ റൗണ്ട് എന്തായാലും ഞാൻ തന്നെ ജയിക്കൂ. അതിലൊരു ഇതുമില്ല. എവിടെ ചേട്ടന്മാരൊന്നും കാണാനില്ലല്ലോ. എവിടെ ഈ നൂബന്മാർ? പേടിച്ച് ഓടിയിട്ടുണ്ടാവും. ഇതെന്താ സാധനം? ഇതിപ്പോൾ തല്ലി പൊട്ടിക്കാനാ? അതെന്നെ. അയ്യോ 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 ഞാൻ ചത്ത്. ഇവരെന്നെ കൊല്ലണം. എനിക്ക് എന്നെ കൊല്ലണം. ഞാൻ കൊല്ലും. ഇവരെന്ത് എന്നെ കൊല്ലുന്നു? എനിക്കിഷ്ടമല്ല. ഇവരെന്ത് എന്നെ കൊല്ലാണ്? ഞാൻ ഇവരെന്നെ കൊല്ലു. എന്താ ഇതൊരു കഷ്ടത്? എന്തായാലും M8087 UMP എടുക്കാം. ഇത് തുറക്ക് ഈ സാധനം. എന്താ തുറക്കാത്തെ? തല്ലി പൊട്ടിക്കേണ്ടി വരും. തല്ലി പൊട്ടിക്കട്ടോ. ഇത് തുറക്ക്. ഞാൻ വെടി വെച്ച് പൊട്ടിക്കിട്ടോ. ഇന്നെ പേടിച്ചിട്ട് തുറന്നു. ഇതെന്താ ഇവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതിന് എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. അതെന്താ സാധനം? അതോ ചേട്ടന്മാർ? അയ്യോ ഈ ചേട്ടൻ. അയ്യോ അയ്യോ എന്നെ കൊല്ലും. ഞാൻ ഇവരെന്നെ കൊല്ലണ്ട. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയി. ഇതിലേലും ഞാൻ ജയിക്കൊക്കെ M80 മാത്രമേ മതി. ഇതുകൊണ്ട് ഞാൻ ചാടി ഹെഡ് അടിക്കും. ഞാൻ ആരാന്നാ അവരുടെ വിചാരം? പണ്ടത്തെ പ്ലെയറാടാ ഞാൻ. പണ്ടത്തെ ഫസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ടാടാ എൻ്റെ അടുത്ത്. കുറേ ചേട്ടന്മാർ പറഞ്ഞാണ് ഈ ഡ്രസ്സ് ഫസ്റ്റ് ലൈറ്റാന്ന്. എടാ ഈ നൂബൻ്റെ ഒപ്പം കളിച്ചിന്നാ ഈ നൂബൻ തോറ്റി. എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇവൻ കാരണം നമ്മുടെ ഒരു റൂം കാർഡ് വേസ്റ്റായി. അതന്നെ ഈ നൂബനൊക്കെ. പക്ഷെ ചേട്ടന്മാർ ഞാൻ നന്നായി കളിച്ചല്ലോ. ഒരു റൗണ്ട് പോലും ജയിച്ചില്ലാണ്. നൂബൻ്റെ വെറുതെ റൂം കാർഡ് വേസ്റ്റാക്കി. ഈ നൂബൻ്റെ ഒപ്പം കളിക്കണ പകരം വല്ല ബംഗാളിയുടെ ഒപ്പം കളിക്കുന്നതാണ് നല്ലത്. അല്ല പിന്നെ ഇങ്ങനത്തെ ഓരോ നൂബന്മാരെ. ഈ നൂബനൊക്കെ കിക്കടിച്ചു കൂടി. ഞാൻ പോവും എന്തായാലും. ഈ നൂബൻ്റെ അടുത്തൊന്നും ഞാൻ നിൽക്കില്ല. ആ ചേട്ടൻ പോയല്ലോ. അയ്യോ ആ ചേട്ടൻ പോയല്ലോ. ചേട്ടനും പോയല്ലോ. എന്തായാലും ഞാനും പോവാ. ബാക്ക് അടിച്ചേട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവാ. അതാ നല്ലത്. ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവാ. ചിലപ്പോൾ ആ ചേട്ടന്മാർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്ന് വിളിച്ചോക്കാം എന്നിട്ട് പോവാ. വന്നാലോ? ഇനി വരുന്നില്ല. ഞാൻ പോവാ ഫുട്ബോൾ കളിക്കാൻ. ഒരു ചേട്ടൻ വിളിക്കണ്ടല്ലോ. ഹായ്. ഈ ഗ്രൗണ്ടിലെത്തി. ഈ ചേട്ടന്മാർ ഗ്രൗണ്ടിലുണ്ടല്ലോ.
ചേട്ടന്മാർ ഞാനും ഇവിടെ എന്ത് അവിടെ ഈ രൂപം വീണ്ടും വന്നോ? ചേട്ടന്മാർ ഞാൻ ഇവിടെ എപ്പോഴും കളിക്കാറ്. ഈ രൂപനൊക്കെ ഫുട്ബോൾ കളിക്കാറിയോ? ചേട്ടന്മാരെ ഫുട്ബോൾ ഞാൻ കിങ്ങാ, നിങ്ങളിനൊക്കെ പൊട്ടിക്കും. ചേട്ടന്മാരനൊക്കെ ഞാനാ ഫുട്ബോളിൽ കിങ്, നിങ്ങളൊക്കെ നൂബ്. അയ്യ ചേട്ടൻ ഇങ്ങനെ നല്ല കാലുകൊണ്ട് തട്ട് ചേട്ടാ. ഈ ചേട്ടനൊന്നും അറിയില്ല, വലിയ പ്രായം വിചാരം. ഈ നൂബനെ പിടിച്ച് ഇറക്കി വിട്ടല്ല ഞാൻ ചവിട്ടി കൊണ്ട് കൂട്ടു ഈ ചെക്കനെ. കുറെ നേരമില്ലോ. ഹലോ ചേട്ടന്മാരെ, നമുക്ക് ഒരു ബിയർ കളിച്ചാലോ? ചേട്ടന്മാര് പക്ഷെ ഞാൻ ചേട്ടന്മാരെ നമുക്കൊരു ബിയർ കളിച്ചാലോ? ഓരോ അവിടെ ഇവനൊക്കെ പിടിച്ച് കിക്കാക്കാൻ മതി എല്ലാവരും. ഈ ചക്കൻ വെറുതെ ഹലോ ചേട്ടന്മാരെ, നമുക്കൊരു കളിക്കാം. ചേട്ടന്മാരെ വട്ടോ. എന്നാലും തന്നെ റൂം വെറുതെ വേസ്റ്റായി. ഇവനാണെങ്കിൽ കളിച്ചൂല, വെറുതെ 0 എൻ്റെ അടുത്ത് പെറ്റുണ്ട് അവിടെ. ചേട്ടാ ഇത് എന്താ എൻ്റെ അടുത്ത് എൻ്റെ വട്ടത്തിലുള്ള പെറ്റുണ്ട്. വട്ടത്തിലുള്ള പെറ്റൊന്നുമില്ല, ഇവനൊന്നും അറിയില്ലനും. ഇത് എത്രോ 3 പ്രോ ചേട്ടാ ഫ്രണ്ടാക്കോ? എടാ ഇത് ഞാനടാ പണ്ട് നിങ്ങളൊക്കെ എന്നെ എന്താ വിളിച്ചാർന്ന്? അയ്യോ ഇവിടെ മറ്റേ നൂബല് ചേട്ടാ, സോറി ചേട്ടാ. എടാ കളി തുടങ്ങുമ്പോൾ എല്ലാവരും നൂബ് തന്നെ ആയിരിക്കും, അതിന് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ ഒരു പ്രോ പ്ലെയറൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്കും തുടങ്ങിയപ്പോൾ ആദ്യം പ്രോ ഒന്നും ആയിരിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ? സോറി ചേട്ടാ, ഇനി ഞങ്ങളങ്ങനെ വിളിക്കില്ല. എടാ അങ്ങനല്ല ഉദ്ദേശിച്ച്, ഒരിക്കലും ഒരു നൂബനെ അങ്ങനെ വിളിക്കരുത്. അവർ ഒരു ദിവസം നിങ്ങളിനൊക്കെ റിവെഞ്ച് എടുക്കാൻ വരും. അവർ ഒരു ദിവസം പ്ലെയറാവും, കളിച്ച് പഠിക്കും. നിങ്ങളൊക്കെ ഇപ്പോഴും ഇതുപോലെയല്ലേ, നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. നൂബന്മാർ എന്താ ഒരു വ്യത്യാസവും ഇല്ല. ഗൈസ് അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഈ വീഡിയോ ഉണ്ടാക്കാൻ നമ്മളെ നന്ദനKZ മോൺസ്റ്റർ ബോയുമാണ് സഹായിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും എൻ്റെ കൂട്ടുകാരാണ്. നന്ദനKZ എൻ്റെ സ്കൂളിലാണ്, ഒപ്പാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്നെ സഹായിച്ചിരുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഇവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് നന്ദനKZ മോൺസ്റ്റർ ബോയും. അപ്പോൾ ഇതൊരു ചെറിയ റിവെഞ്ച് പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോക്ക് മാക്സിമം ഒന്ന് ലൈക്കും സബും ചെയ്തോളൂ ഗൈസ്, പ്ലീസ്. ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നാൽ മാത്രം മതി ഗൈസ്, 50 സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും നമ്മുടെ നന്ദനKZും മോൺസ്റ്റർ ബോയാണ് നമ്മളെ എന്തായാലും സഹായിച്ചിന് വീഡിയോ എടുക്കാൻ. അവർക്ക് അപ്പോൾ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഇതിൽ വോയിസ് എഡിറ്റാണ്, അവരുടെ റിയൽ വോയിസ് എല്ലാം ഇതിൽ വെച്ചിന്നിപ്പോൾ. അതുകൊണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ അവരുടെ റിയൽ വീഡിയോ വയ്ക്കാൻ നമുക്ക് നോക്കാം. എന്തായാലും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്കും സബും മാത്രം കൊടുത്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.